കേരളത്തിലെ ഏത് ഹോസ്പിറ്റലിനോടും കിടപിടിക്കുന്ന തരത്തിലാണ് അട്ടപ്പാടിയിലെ കോട്ടത്തറയിൽ പ്രവർത്തിക്കുന്ന ട്രൈബൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. കാരണം അത് മിനി ഒരു മെഡിക്കൽ കോളേജ് തന്നെയാണ്. അവിടെ ഇല്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ല. ഇന്ന് അവിടെ കിട്ടാത്ത സൗകര്യങ്ങളെല്ലാം അവിടുത്തെ ആംബുലൻസ് സൗകര്യത്തിൽ 108 ആംബുലൻസുകളും എല്ലാ സൗകര്യങ്ങളും അവിടെ കിട്ടാത്ത ഒരു ട്രീറ്റ്മെന്റും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ സംവിധാനം. അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിട്ടുള്ള അഗളി ആരോഗ്യ കേന്ദ്രം, പുതൂർ ആരോഗ്യ കേന്ദ്രം, ഷോളൂർ ആരോഗ്യ കേന്ദ്രം, ഇവരൊക്കെ തന്നെ ഉന്നത നിലവാരം പുലർത്തുന്ന ആരോഗ്യം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മറ്റെല്ലാ വലിയ ഹോസ്പിറ്റലുകളുടെ ശൃംഖലയുള്ള സ്ഥലങ്ങളിലും 100 കണക്കിന് കോവിഡ് മരണങ്ങൾ ഉണ്ടായപ്പോൾ അട്ടപ്പാടിയിൽ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇത് തന്നെ ഇവിടുത്തെ ആരോഗ്യ രംഗത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കി നിർത്തുന്നതാണ്. ഈ സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോഴും നമ്മൾ പറയും ഇവിടെ പട്ടിണിയാണെന്ന് പറയും. ഇത് ചില NGOകൾക്കും അവരുടെ ചില താല്പര്യങ്ങൾക്കും അവർക്ക് പുറത്തുനിന്ന് ഫണ്ട് വരുത്താനും എന്നൊരു ഇഷ്യൂ നിലനിൽക്കുന്ന മേഖലയായിട്ട് അട്ടപ്പാടിയെ കാണിക്കാം. കാരണം ഇന്ന് 36ഓളം NGOകളാണ് വിദേശ ഫണ്ടും സ്വദേശ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിന്റെ തന്നെ ഭൂരിപക്ഷം വലിയ NGOകൾക്കും ഈ NGOകളൊക്കെ തമ്മിൽ തന്നെയുള്ള തർക്കങ്ങൾ ഊരുകളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ ഇഷ്യൂകൾ, അനാവശ്യ ഇഷ്യൂകളെ പുറത്തേക്ക് എത്തിക്കുന്നതിനകത്തൊക്കെ ഈ NGOകളുടെ പങ്ക് വളരെ വലുതാണ്. അട്ടപ്പാടിയെ സംബന്ധിച്ച് പഠിക്കേണ്ടത് ഈ മനുഷ്യന്റെ ആർത്തി കൊണ്ട് പ്രകൃതിയെ ഇല്ലാതാക്കിയ സ്ഥലങ്ങളിലൊന്നും തന്നെയാണ് അട്ടപ്പാടി. കാരണം അട്ടപ്പാടിയിലെ 745 ചതുരശ്ര കിലോമീറ്റർ പ്രദേശങ്ങളിൽ ഒരു കാലത്ത് 1950കളിൽ നമ്മൾക്കിവിടെ ഉണ്ടായിരുന്നത് 80% വനവിസ്തൃതിയായിരുന്നു. 80% വനമായിരുന്നു. അത് കുറഞ്ഞു വരികയും 1996 ആയപ്പോഴത്തേക്കിനും വനാവരണത്തിന്റെ അളവ് 20% കുറഞ്ഞു. ഇത് നമ്മുടെ അട്ടപ്പാടിയുടെ ആവാസ വ്യവസ്ഥയിൽ വളരെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 100 കണക്കിന് നീർച്ചാലുകൾ നമ്മുടെ വറ്റിപ്പോയിട്ടുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിലുള്ള നീർച്ചാലുകൾ വറ്റിപ്പോയിട്ടുണ്ട്. അത് പറയുമ്പോൾ പരിസ്ഥിതിവാദമാണെന്ന് പറയാം. അങ്ങനെയാണ് ഇങ്ങനെയാണ്. ലോകത്തിലെ എല്ലായിടത്തും ഉണ്ടായ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകണമെങ്കിൽ ഒരു കാരണം ഉണ്ടാകണം. കാലാവസ്ഥ വ്യതിയാനം കാരണം സൈലന്റ് വാലി ഭാഗത്ത് 4000 മില്ലിമീറ്റർ മഴ പെയ്യുമ്പോൾ നമ്മുടെ ആനകട്ടി ഭാഗത്തൊക്കെ 800-900 മില്ലിമീറ്റർ താഴെ മഴ പെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മളൊരു പരീക്ഷണം നടത്തിയിരുന്നു, ആകാശ് വഴിയൊക്കെ നടത്തിയ പരീക്ഷണം. അതിനകത്ത് ആ പരീക്ഷണത്തിൽ എന്താണ്, ഒരു കാരണവശാലും പരിസ്ഥിതിയെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നാണ് പലരും പറഞ്ഞിരുന്നത്. പക്ഷേ മനുഷ്യൻ ഇല്ലാതാക്കിയ പരിസ്ഥിതിയെ മനുഷ്യൻ തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ച ഒരു പാഠശാല, ഒരു പരീക്ഷണശാല കൂടിയാണ് അട്ടപ്പാടി. നമ്മുടെ വാട്ടർഷെഡ് നീർമടി അടിസ്ഥാനത്തിലുള്ള വികസനം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് കാണിച്ചു കൊടുത്താണ്. പാരിസ്ഥിതികപരമായി തന്നെ വളരെ വളരെ വലിയ ഒരു പ്രാധാന്യമുള്ള രീതി. ഇത് നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ സൈലന്റ് വാലിയുടെ ബഫർ സോൺ എന്ന നിലയിലൊക്കെ 745 ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന അട്ടപ്പാടി ഭൂപ്രദേശം വളരെ വളരെ പഠനവിധേയമാക്കുന്നത്. വളരെ അതിന് കാലാവസ്ഥ കൊണ്ടും ഇവിടുത്തെ ആവാസ വ്യവസ്ഥ കൊണ്ടും ഇവിടുത്തെ മനുഷ്യരുടെ കുടിയേറ്റക്കാരാണെങ്കിൽ തന്നെ തമിഴ്നാട്, കേരള, കർണാടക തുടങ്ങിയ കുടിയേറ്റക്കാരും ഇരുള, മുടുക, കുറുബ തുടങ്ങിയ ആദിവാസി ഗോത്രങ്ങളും ഒന്നിച്ച് വസിക്കുന്ന ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ ഈ പ്രദേശത്തെ നമ്മൾ അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സവിശേഷത ആർജിക്കുന്ന പ്രദേശങ്ങളൊന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലേക്ക് കിഴക്കോട്ട് ഒഴുകുന്ന പുഴയിലൊന്നായ ഭവാനിപ്പുഴ അട്ടപ്പാടിയിലൂടെയാണ് ഒഴുകി കാവേരിയിൽ പോയി പതിക്കുന്നത്. ഇതൊക്കെ തന്നെ അട്ടപ്പാടിയെ വ്യത്യസ്തമാക്കി നിർത്തുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊന്നാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും കാണുന്നത് നമ്മളുടെ മീഡിയകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ അട്ടപ്പാടിയെ ഒരു പട്ടിണി രാജ്യമായി ആഫ്രിക്കയോടൊക്കെ ഉപമിക്കുന്ന ഒരവസ്ഥ വരാം. ഇത് എന്ത് വിഡ്ഢിത്തരമാണെന്ന് ഈ ഒരു രീതി. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ചുകൊണ്ട് അട്ടപ്പാടി മറ്റുള്ള ഒരു പ്രദേശത്തിന്റെ ഒരു പരിച്ഛേദമാണ്. അതായത് പട്ടിണി കേരളം ഇന്ത്യയിലെ തന്നെ പട്ടിണി കിടക്കുന്നത് ഇതിനെക്കാട്ടി എത്രയോ മാരകമായ അവസ്ഥയിൽ പട്ടിണി കിടക്കുന്ന ഗോത്ര സമൂഹങ്ങളും ഗ്രാമങ്ങളും ഉത്തരേന്ത്യയിൽ കിടക്കുമ്പോൾ അതിനെ ഒന്നും പ്രതിപാദിക്കാതെ അട്ടപ്പാടിയിലെല്ലാം ഇങ്ങനെയാണ് നടക്കുന്നത്, അട്ടപ്പാടിയിലെ അവസ്ഥ ഇതാണ്, പട്ടിണി മരണമാണ്, ഇതൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതിനകത്ത് ചില ടൂറിസത്തിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് വെറും 54 കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ അത് കോയമ്പത്തൂർ ടൗണാണ്. ഇവിടെ നിന്ന് നമുക്ക് 80 കിലോമീറ്റർ പോയാൽ പാലക്കാട് ടൗണാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടുന്ന് 120 കിലോമീറ്റർ പോയാൽ നമുക്ക് ഊട്ടിയിലേക്ക് എത്താൻ പറ്റും. അതോടൊപ്പം തന്നെ അട്ടപ്പാടിയിലെ തന്നെ ചില പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ പോയിന്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ടൂറിസത്തിനെ നമുക്ക് വയനാട്ടിലെ പോലെയോ ഇടുക്കിയിലെ പോലെയോ അല്ലെങ്കിൽ മൈസൂരിലെ പോലെയോ പല
തന്നെ ഒരു കേന്ദ്രീകൃതമായ രീതിയിൽ ഒരു ടൂറിസം പ്ലേസ് ആക്കി മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു പഞ്ചായത്തിലെ ഒരു സ്ഥലമെങ്കിലും ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിന്റ് ആയിട്ട് വികസിപ്പിച്ച് എടുത്തുകൊണ്ട് അതിനെ ഒരു വലിയ ഒരു തൊഴിൽ മേഖലയും അതോടൊപ്പം തന്നെ ഒരു വരുമാന മേഖലയും ആക്കി തീർക്കും. അതിന്റെ മുന്നോടിയായിട്ടാണ് നമുക്കിവിടെ ഇഷ്ടം പോലെ സ്വകാര്യ റിസോർട്ടുകൾ അട്ടപ്പാടിയിൽ വന്ന് താമസിക്കിപ്പം മുണ്ടമ്പാറ, അതുപോലെ തന്നെ വരകമ്പാടി, കോട്ടത്തറ, പിന്നെ ചെമ്മണ്ണൂര്, പിന്നെ സൈലന്റ് വാലിയുടെ ഭാഗത്തോടെ വന്നിട്ടുള്ള കരുവാര പോലെയുള്ള സ്ഥലങ്ങളിൽ വൻ റിസോർട്ടുകൾ തന്നെ ആൾക്കാർ തന്നെ സ്വകാര്യ വ്യക്തികൾ തന്നെ ഇവിടുത്തെ ടൂറിസം സാധ്യതയുടെ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും.